ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ലേറ്റ് ആവാൻ കാരണം എപ്പിസോഡ് ഡിലേ ആയതുകൊണ്ടിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് എപ്പിസോഡ് വന്നത് ഞാനിപ്പോൾ കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മണിക്കുട്ടി രാധികയുടെ ഫോട്ടോ എടുത്ത് പോയിട്ട് രാധികയുടെ സാരി എടുത്തിട്ട് സന്തോഷത്തോടെ രാധികയുടെ സാരി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ സാരിയുടെ ഇടയിൽ രാധികയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ മണിക്കുട്ടി പറയണ്ട, അമ്മയുടെ ഈ ഫോട്ടോ അമ്മയുടെ ഈ സാരിയെ കാണുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അമ്മ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാധികയുടെ വലിയ ഫോട്ടോ എടുത്ത് പോയിട്ട് മണിക്കുട്ടി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെ കൃഷ്ണ സാറിനെ അച്ഛാന്നാ വിളിക്കണത് എന്ന് പറയുവാണ്. അതെന്നെ കൊണ്ട് വിളിപ്പിച്ചത് മുത്താണ് കേട്ടോ. മുത്ത് നിർബന്ധിച്ച് അച്ഛാന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്ന് പറയുവാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മേ. കാവ്യാൻ്റെയും കൃഷ്ണ സാറ് ഞാൻ ആദ്യം കൃഷ്ണ സാർ കാവ്യാൻ്റെന്ന് വിളിച്ചിട്ട് ഇപ്പോൾ ഞാൻ അവരെ അച്ഛ അമ്മ എന്നാണ് വിളിക്കണത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടു കൂടി രാധികയുടെ ഫോട്ടോ നോക്കിയിട്ട് സംസാരിക്കുക കേട്ടോ മണിക്കുട്ടി. അതിനുശേഷം കാണിക്കണത് നിധേനയാണ്. നിധ ഒരു പാവക്കുട്ടിക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി കൊടുക്കുക കേട്ടോ. അത് കണ്ടിട്ട് അമൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമൽ നോക്കുമ്പോൾ നിധ ഈ പാവേനെ ഒരുക്കണ കാണുമ്പോൾ മിന്നുമോൾ ഒരുക്കുന്ന പോലെയാണ് അമലിന് തോന്നുന്നത്. അമൽ നോക്കുമ്പോൾ പാവേനെ ഒരുക്കിയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിധ. അമൽ നോക്കുമ്പോഴല്ല മിന്നുമോൾ ഒരുക്കിക്കൊണ്ടിരിക്കണം നിധേനയായിട്ടാണ് തോന്നുന്നത്. അതിനുശേഷം അമൽ പറയുന്നുണ്ട്, നിധേ താൻ ഇവിടെ വന്നിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അതെ അതെ ഞാൻ ഈ ഡ്രസ്സ് അമലിനെ കാണിക്കാൻ വരുമായിരുന്നു. മിന്നുമോൾക്ക് ഈ ഡ്രസ്സാണോ ചേരുന്നത്, ഏത് ഡ്രസ്സാണെങ്കിലും ചേരോട്, നമ്മുടെ മോള് സുന്ദരിയല്ലേ എന്ന് പറയുവാണ്. അപ്പം തന്നെ ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കാം അല്ലേ എന്ന് പറയുകയാണ്. അതിനുശേഷം അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കണ്ട എന്ന് പറയുകയാണ്. അതെന്താടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ മിന്നുമോൾക്ക് നമുക്ക് കുറച്ച് നല്ല ഡ്രസ്സുകൾ വാങ്ങണം, ഇതൊക്കെ കുറച്ച് പഴയ ഡ്രസ്സല്ലേ, മോൾക്കെല്ലാം പുതിയത് മതി, പുതിയ ഡ്രസ്സ്, പുതിയ ഷൂ, പുതിയ പൊട്ട്, കമ്മൽ എല്ലാം പുതിയത് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുവാണ് നിധ. അതിനുശേഷം നിധ പെട്ടെന്ന് അമലിനോട് പറയുന്നുണ്ട്, അമലെ അത് ശരിയാ, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, നിധമോളിനി എപ്പോഴാണ് വരുന്നത് എൻ്റെ അടുത്ത്? ദേ അവൾ പോയിട്ട് ഇപ്പോൾ കുറച്ച് നേരം ആയും കേട്ടോ. ഇന്നലെ അവളെ കൊടുത്തയച്ചത്. ദേ ഇന്നിപ്പോൾ സമയം ഉച്ചയായി, എനിക്ക് എത്രയും പെട്ടെന്ന് മിന്നുമോളെ കാണണം. മിന്നുമോള് വരുമോടോ? അവിടുത്തെ സാഹചര്യമൊക്കെ തന്നോട് പറഞ്ഞതല്ലേ അവർ, മിന്നുമോള് വരും. വേണ്ട അമ്മലെ, എനിക്കിപ്പോൾ എൻ്റെ മിന്നുമോളെ കാണണം, എൻ്റെ മോളെ കാണാൻ കൊതിയാവും എനിക്ക്, ഒന്ന് കൊണ്ടുപോകാമല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ ഇത് താൻ വിഷമിക്കലെന്ന് പറയുമ്പോൾ നീ ഇത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമലിനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അമലും ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് അമലിൻ്റെ നിധിയുടെ സംസാരം കേട്ടുകൊണ്ട് അമലിൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവരവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് പോകാൻ അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അതെ മഹേഷ് ചേട്ടാ, ഈ അമലേട്ടൻ ശരിക്കും പറഞ്ഞൊരു പോങ്ങനാണ്, ഭാര്യയ്ക്ക് മെൻ്റലി അസുഖമുണ്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ പോയി തുള്ളുവാണ്. ആ മണിക്കുട്ടി ഉണ്ടല്ലോ അതിന് മിക്കവാറും ദത്തെടുക്കാൻ എന്തിനും ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, ഒരാളുടെ സ്വന്തം മകളെ ആരെങ്കിലും വലിയവർക്കും കൊടുക്കൂടി എന്ന് പറയുമ്പോൾ പിന്നെ കൊടുത്തുന്നൊക്കെ ഇരിക്കും, കോടിക്കണക്കിന് സ്വത്തല്ലേ ചേട്ടൻ്റെ കയ്യിലുള്ളത്, അതുപോലെ തന്നെ നിധിയുടെ പേര് വേറെ സ്വത്തുക്കളുണ്ട്, ഇതെല്ലാം കൂടി നോക്കിയാലേ കോടിക്കണക്കിന് മേളിൽ വരും സ്വത്തുക്കൾ, ഇത്ര സ്വത്തുക്കളൊക്കെ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരായാലും സ്വന്തം മകളെ കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ മകളെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അത് നിനക്ക് 2 പെൺമക്കളുണ്ടെന്ന് ഒരെണ്ണത്തിനെ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ അത് നിൻ്റെ ഏട്ടത്തിക്ക് വേണ്ടെന്നല്ലേ പറയണത്. എന്ത് ചെയ്യാൻ, പക്ഷെ ഞാനത് സാധിച്ചിരിക്കും, നോക്കിക്കോ എൻ്റെ ഒരു മോളുടെ പേര് തന്നെ ഈ സ്വത്തുക്കളെല്ലാം ഞാൻ എഴുതിയിരിക്കും, ആ മണിക്കുട്ടി ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടിപ്പിക്കില്ല എന്നൊക്കെ നമ്മുടെ അമലിൻ്റെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണ പുറകിലൊന്നും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സരസ്വതി അമ്മേനെ വിളിക്കുക കേട്ടോ ഫോൺ. അപ്പോൾ സരസ്വതി ഫോൺ എടുക്കുന്നുണ്ട്. എന്താടാ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ നിനക്ക് ഫോൺ എടുക്കാൻ എന്ത് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അത് എന്ന് പറയുമ്പോൾ വേണ്ട നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി നിൻ്റെ ഭാര്യയും മോളൊക്കെ അടുത്തുണ്ടാവുമായിരിക്കും അല്ലേ, അതുകൊണ്ടിട്ടായിരിക്കും നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, അമ്മ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മണിക്കുട്ടി ആ ജനലിനരികിൽ ഇരിപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് സരസ്വതി പറയുന്നുണ്ട്, എടാ നിന്നെ ഞാൻ വെറുതെ വിടണമല്ലേ, എൻ്റെ മോളെ പറഞ്ഞ് പറ്റിച്ച് ഗർഭിണിയാക്കി കൊന്നിട്ട് നീ സുഖിച്ച് ജീവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കണോ? എടാ ഞാൻ നിനക്ക് തന്നെ അനുകൂലം എന്താണെന്നറിയാവോ, എൻ്റെ മോളുടെ കുഞ്ഞുണ്ടല്ലോ അത് നിൻ്റെയും കൂടി കുഞ്ഞായിപ്പോയി, അതുകൊണ്ട് മാത്രം ഞാൻ നിനക്കൊരു അനുകമ്പ തന്നത്, അത് പക്ഷെ നീ മുതലെടുക്കാന്ന് വിചാരിക്കരുത്, നീ എൻ്റെ കൊച്ചുമോൾ അവിടെ വേലക്കാരത്തിനെ പോലെ കഴിയിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആര്, മണിക്കുട്ടിനെ ഞാനോ വേലക്കാരത്തിനെ പോലെ? അമ്മ എന്തൊക്കെയാണ് പറയണത്, മണിക്കുട്ടി എൻ്റെ മകളല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ മണിക്കുട്ടി ആകെ ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധികയുടെ അമ്മ പറയുന്നുണ്ട്, മണിക്കുട്ടി നിൻ്റെ മകളോ, നീ അവളെ വേലക്കാരത്തിനെ പോലെ വെച്ചേക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ, ഇതൊക്കെ എന്നോട് ആരാ പറഞ്ഞതെന്നറിയാവോ, നിൻ്റെ അമ്മായിയമ്മ, നിൻ്റെ കാവ്യയുടെ അമ്മ. സത്യം പറയണം നിനക്ക് എത്ര അമ്മായിമ്മമാരുണ്ടടാ? എൻ്റെ അറിവിൽ ഞാനുണ്ട്, ഇപ്പോൾ കാവ്യയുടെ അമ്മയുണ്ട്, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോടാ നിനക്ക് ഇനി അമ്മായിമ്മമാരായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അനാവശ്യം പറയരുത്, രാധികയുടെ അമ്മയായിട്ട് ഞാനെല്ലാം കേട്ടിരിക്കണ വെച്ചിട്ട് ഒരുമാതിരി തലയിൽ കയറി വൃത്തികേട് പറയരുത് എന്നൊക്കെ പറയുമ്പോൾ നീ എൻ്റെ മക്കളെ കൊന്നിട്ടിരുന്ന് ചിലക്കുന്നോടാ എന്നൊക്കെ രാധികയുടെ അമ്മ പറയുമ്പോൾ
കൃഷ്ണ പറയുന്നുണ്ട്, അതെ രാധികയുടെയും എൻ്റെയും മകളാണ് മണിക്കുട്ടി എന്ന് പറയുമ്പോൾ മണിക്കുട്ടി കേട്ട് ആകെ നെട്ടുവാട്ടോ. അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട്, എൻ്റെ മകളെ ഞാൻ ആർക്കും കൊടുക്കില്ല, പറഞ്ഞയക്കത്തുമില്ല എന്ന് പറയുമ്പോൾ രാധികയുടെ അമ്മ പറയണ്ട, ആഹാ അവളിൽ മേലെ എനിക്കും അവകാശമൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, മണിക്കുട്ടിനെ നിധിയുടെ കയ്യിൽ ഏൽപ്പിക്കുക. അവൾക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം. അവൾക്ക് മാത്രമല്ല അവളുടെ ഭർത്താവ് അമലിന്, അവർ മണിക്കുട്ടിനെ പൊന്നുപോലെ നോക്കിക്കോളും. എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. നിധേനെ ഏൽപ്പിക്കട. ആർക്ക്? നിധിക്ക് കൊടുക്കാനോ? എൻ്റെ മോളെയോ? ഞാൻ കൊടുക്കില്ല. അത് എൻ്റെ സ്വന്തം മോളെയാ, എൻ്റെ സ്വന്തം ചോര എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ മണിക്കുട്ടി ആകെ ഇങ്ങനെ എട്ടുമായിട്ട്. അതിനുശേഷം ഫോൺ ദേഷ്യത്തിൽ വെച്ചിട്ട് കൃഷ്ണ അകത്തേക്ക് കയറി പോകുവാണ്. കൃഷ്ണ പോയി കഴിയുമ്പോഴേക്കും മണിക്കുട്ടി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര, എൻ്റെ അച്ഛൻ, എൻ്റെ സ്വന്തം അച്ഛൻ, അപ്പോൾ അച്ഛൻ തന്നെയായിരുന്നു അന്ന് സിംഗായിട്ട് എൻ്റെ മുമ്പിൽ വന്നതല്ലേ? അപ്പോൾ അത് അച്ഛൻ തന്നെയായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ആ സിംഗിനും അതുപോലെ തന്നെ കൃഷ്ണ സാറിനും ഒരേ രൂപം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ തന്നെയാണ്, എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്ടോ പിന്നെ കാണിക്കുന്നത്. കൃഷ്ണ മറ്റേ പഞ്ചാബിക്കാരൻ്റെ വേഷിട്ട് വന്നതൊക്കെ മണിക്കുട്ടി ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ മണിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിക്കൊണ്ട് ഇരിക്കുന്നൊരു ഭാഗമാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ മണിക്കുട്ടി ഓടി റൂമിലേക്ക് പോവാണ്. അതായത് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മണിക്കുട്ടി ഓർക്കുന്നുണ്ട് കേട്ടോ. അതായത് രാധിക മരിക്കണ മുമ്പ് പറഞ്ഞില്ലേ അച്ഛന് വേറൊരു കുടുംബമുണ്ട്, ഭാര്യയും മോളൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ വെച്ച് മനസ്സിലാവാണ് കൃഷ്ണ സാർ തൻ്റെ അച്ഛൻ തന്നെയാണെന്ന്. അങ്ങനെ അമ്മയുടെ ഫോട്ടോ എടുത്ത് പോയിട്ട് മണിക്കുട്ടി സന്തോഷത്തോടെ രാധികയുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് അമ്മേ. അപ്പോൾ കൃഷ്ണ സാർ എൻ്റെ അച്ഛനാണല്ലേ, അപ്പോൾ അമ്മ എന്നെ പറ്റിച്ചു അല്ലേ അമ്മേ? അമ്മ എന്താ ഈ സത്യം നേരത്തെ പറയാതിരുന്നത് എൻ്റെ അടുത്ത്? എൻ്റെ സ്വന്തം അച്ഛനെ തന്നെയാണ് അപ്പം എന്നെ അച്ഛാന്ന് വിളിക്കണതല്ലേ? എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മേ, എൻ്റെ പുഞ്ഞാരമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രാധികയുടെ ഫോട്ടോ കുറേ ഉമ്മ കൊടുക്കുവാട്ടോ മണിക്കുട്ടി. അതിനുശേഷം അച്ഛനെ അമ്മേനെ ആലോചിച്ച് മണിക്കുട്ടി ഇങ്ങനെ രാധികയുടെ ഫോട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം മണിക്കുട്ടി കൃഷ്ണയുടെ അടുത്തേക്ക് പോകുക കേട്ടോ. കൃഷ്ണ സമയത്ത് ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. മണിക്കുട്ടി കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട്, ഈശ്വര, എൻ്റെ അച്ഛൻ, എൻ്റെ സ്വന്തം അച്ഛൻ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ മണിക്കുട്ടി ചോദിക്കണ്ടേ, എന്താ മോളെ അച്ഛനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് മണിക്കുട്ടി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുകയാണ്. എന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ, മോൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, മോളുടെ മുഖം കാണുമ്പോൾ അറിയാലോ, എന്താ മോളെ, എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അച്ഛ എന്ന് മണിക്കുട്ടി പറയണം. അതല്ല, എന്തോ ഉണ്ട്, മോൾക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, എന്താ മോളെ പറയാന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയണോ, ഒന്നുമില്ല അച്ഛൻ, ഞാൻ പറഞ്ഞില്ലെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കുകയാണ് കൃഷ്ണ. അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, എൻ്റെ മോള്, എൻ്റെ സ്വന്തം മോള്, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടിന് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മുത്ത് വരുന്നുണ്ട്. മുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണ ഇങ്ങനെ മുത്തിനെ നോക്കുമ്പോഴേക്കും മുത്ത് പറയണ്ട, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, മണിക്കുട്ടിനെ അച്ഛൻ സ്നേഹിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. മണിക്കുട്ടിനെ അച്ഛൻ എപ്പോഴും സ്നേഹിക്കണം, എന്നെ പോലെ തന്നെയാണെന്ന് പറയുമ്പോൾ മുത്തിനെ വിളിക്കുകയാണ് കൃഷ്ണ. അതിനുശേഷം മുത്തിനെ അടുത്തേക്ക് നിർത്തിയിട്ട് മുത്തിനെ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ 2 മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കുക കേട്ടോ, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയണ്ടേ. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് രാവണൻ്റെ കഥയാണ്. ആഹാ, അച്ഛനെ കഥയൊക്കെ അറിയാവോ? അച്ഛൻ ഇതുവരെ ഞങ്ങൾക്ക് കഥയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞുതരാനുണ്ട്, അച്ഛൻ്റെ കഥ മാത്രം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അല്ലേ മണിക്കുട്ടി? ഇപ്പം തന്നെ ആ രാവണൻ്റെ കഥ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എനിക്കാകെ ഒരു കഥയെ അറിയുള്ളൂ, അത് ആ കഥയാണ്. രാമായണം പലതരത്തിലുണ്ട് മക്കളെ, പലതരത്തിലെന്ന് വെച്ചാൽ 3 പേര് എഴുതിയിട്ടുണ്ട് രാമായണം. 3 പേരും 3 തരത്തിലാണ് എഴുതിയേക്കുന്നത്. കാരണം എല്ലാവരും രാവണനെ ഒരു ദുഷ്ട കഥാപാത്രമാക്കിയിട്ടുണ്ട്. ബാക്കി 2 പേരും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു രാമായണം മാത്രം രാവണനെ നല്ലൊരു കഥാപാത്രത്തെ രാവണൻ സീതയുടെ അച്ഛനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് രാവണന് സീത എന്ന് പറയുന്നത് രാവണന് വേറൊരു സ്ത്രീയിലുണ്ടായ മകളാണ്. അതുകൊണ്ടാണ് സീതനെ തട്ടിക്കൊണ്ട് പോയതെന്നും വനത്തിൽ താമസിപ്പിച്ചതെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. തൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ് രാവണൻ രാമൻ്റെ അടുത്ത് വന്ന് പോരാടിയതെന്നും അവസാനം രാവണൻ മരിച്ചു പോയത് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ രാവണൻ സ്വന്തം മകളെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് യാതനകൾ നേരിട്ട് മരിക്കേണ്ടി വന്ന ഒരാളാണ് എന്നൊക്കെ കൃഷ്ണ പറയുമ്പോഴേക്കും മുത്ത് ചോദിക്കേണ്ട, അല്ല അച്ഛൻ ഇപ്പം എന്താ ഈ കഥയൊക്കെ പറയണത്? രാവണനും നമ്മളും തമ്മിൽ ഇപ്പം എന്താ ബന്ധം? അച്ഛനിപ്പോൾ ആ കഥ ആലോചിക്കുന്ന എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, സ്വന്തം മകൾക്ക് വേണ്ടിയിട്ടല്ലേ രാവണൻ, ജാനകി സ്വന്തം മകളാണല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ രാവണൻ ഇടയ്ക്കിടയ്ക്ക് ജാനകിനെ കാണാൻ, ജാനകി സീതനെ കാണാൻ വേണ്ടി പോയത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ വേറൊരു രാമായണത്തിൻ്റെ കഥ ആയിട്ടോ നമ്മുടെ കൃഷ്ണ പറയണം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ് മുത്തും മണിക്കുട്ടിയും കൂടിയിട്ട് 2 പേരും ഉമ്മ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മണിക്കുട്ടി സന്തോഷത്തോടു കൂടി രാധികയുടെ ഫോട്ടോയുടെ അടുത്തേക്ക് പോവാണ്. അമ്മേ എൻ്റെ അച്ഛനെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാവോ? ഞാനും മുത്തും ഇല്ലാതെ എൻ്റെ അച്ഛനെ ജീവിക്കാൻ പറ്റില്ല അമ്മ, അത്ര സ്നേഹമുള്ള ആളാണ് എൻ്റെ അമ്മ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.